തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അങ്ങകലെ എവിടെയോ യൂദായുടെ കരച്ചിൽ കേട്ടു. അവിടെയും അവൻ എത്തി. വിങ്ങിപ്പൊട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് അവൻ പറയാതെ പറഞ്ഞുവെച്ചു, 100,000 വട്ടം ചതിവ് പറ്റിപ്പോയി. എങ്കിലും ചെങ്ങാതി ഉറ്റവനായി നിന്ന് ഒറ്റണമായിരുന്നു. ക്രൂശിൽ കിട്ടിയ പീഡനത്തിലേറെ നെഞ്ചു തുടച്ചത് കൂടെ നടന്ന നിന്റെ രക്ഷ സാധ്യമായില്ല എന്നോർത്താണ്. സോദര, വേണ്ടിയിരുന്നില്ല. ഈ ഗുരുവും ശിഷ്യനും ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി കാലമായി. ആ ഗുരു ശിഷ്യനെ ഒരല്പം കൂടെ ചേർത്ത് നിർത്താൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇത്തിരി കൂടെ വാത്സല്യവും ഇത്തിരി കൂടെ സ്നേഹവും മറ്റു പലർക്കും നൽകാത്ത പ്രധാന പദവികളും എല്ലാം നൽകി തൻ്റെ യാത്രയിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഗുരു പോകുന്ന എല്ലാ വഴിയാത്രകളിലും ആ ശിഷ്യനെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ആ വീട്ടിൽ യേശു പോയപ്പോഴും ആ സ്ത്രീ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ആ ഭരണി പൊട്ടിച്ച് ഗുരുനാഥൻ്റെ ശരീരമാസകലം അഭിഷേകം ചെയ്യുമ്പോൾ കണ്ടു നിൽക്കാനും ആ ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ അവിടെ നിന്ന് വിതുമ്പുന്നത് കണ്ടു. ഈ തൈലം എത്രയോ വിലപിടിപ്പുള്ളതാണ്, അത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര പുണ്യം കിട്ടുമായിരുന്നു എന്ന് യേശു ആ ശിഷ്യനെ അവിടെ വെച്ച് വിലക്കുന്നുണ്ട്. അപ്പോഴേ ഗുരുവിന് തോന്നിയിട്ടുണ്ടാവാം ഈ ശിഷ്യൻ്റെ മനസ്സിൽ ഒരല്പം കൂടി ധനത്തെ പറ്റിയുള്ള വിചാരമുണ്ടാകുമെന്ന്. അല്ലെങ്കിലും ഗുരുവിന് അറിയാമായിരുന്നു തന്നെയും ഈ ശിഷ്യൻ ഇത്തിരി വെള്ളിക്കാശിന് ഒറ്റുകൊടുക്കാൻ ഉള്ളവനാണെന്ന്. എങ്കിലും ഗുരു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ശിഷ്യൻ്റെ മനസ്സ് ഇത്തിരി മാറിക്കിട്ടിയിരുന്നു എങ്കിൽ എന്ന്. ആ പെസഹ ആചരണത്തിൻ്റെ അവസാന വിരുന്നുമേശയിലും ആ ഗുരുവും ശിഷ്യനും ഒരുമിച്ചിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോഴും ഗുരു എഴുന്നേൽക്കുകയാണ്. ഇങ്ങനെ ഒരു തുവാലയും എടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് ചുംബനം ചെയ്യാനായി ഗുരു എഴുന്നേൽക്കുന്നത് ഈ ശിഷ്യനെ മാത്രം ഉന്നം വെച്ചതായിട്ടാണ് തോന്നുന്നത്. ആ മനുഷ്യൻ്റെയും കാലുകളെ ഇങ്ങനെ കഴുകി തുടയ്ക്കുകയാണ്. തുടച്ചു കഴിഞ്ഞിട്ട് ആ 2 പാദങ്ങളും കൂട്ടിപ്പിടിച്ച് ഗുരു ചുംബനം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ്റെ കണ്ണിൽ ഒരിത്തിരി പോലും ഭാവവ്യത്യാസമില്ലാതിരിക്കുന്നത് ഗുരു കാണുമ്പോൾ ആ ഗുരുവിൻ്റെ മനസ്സ് വല്ലാതെ തേങ്ങുന്നുണ്ട്. ഇതാ ഈ ചുംബനം കൊടുത്തിട്ട് ആ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാനായി ശിഷ്യൻ ഒരുങ്ങി നിൽക്കുമ്പോഴും ഇതാ ഗുരു അവൻ്റെ പാദപീഠത്തിൽ ചുംബനം ചെയ്യുമ്പോഴെങ്കിലും ആ ചുംബനം ചെയ്യൽ, ആ ഒടുവിലത്തെ ചുംബനം ചെയ്യലെന്ന് പറയുന്ന കർമ്മത്തിൽ നിന്ന് ഈ ശിഷ്യൻ അല്പമൊന്ന് അകലും എന്ന് കരുതിയിട്ടുണ്ടാവും ആ ഗുരു. അല്ല, ഗുരുവിന് കൃത്യമായി അറിയാം ഈ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കാൻ നിയോഗം ലഭിച്ചിട്ടുള്ളവനാണ് എന്ന്. അത് ആ പ്രാണം പൊട്ടിപ്പോകുന്ന വേദനയിൽ ഗുരു ആ തോട്ടത്തിലേക്ക് നടന്നു പോകുന്നത് കാണാം. ആ തോട്ടത്തിൽ ചെന്ന് ഒരു പാറക്കഷണത്തിൽ മുട്ടും കുത്തി സ്വർഗത്തിലേക്ക് കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഇത് ആ ശിഷ്യൻ പുറകിലൂടെ കടന്നു വരുന്നുണ്ട്. അതൊരു ചുംബനം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഗുരുവിനെ ചുംബനം കൊടുക്കാനായി ഓടി അടുത്തു വരുന്ന ശിഷ്യനെ ഗുരു കണ്ടിട്ട് ഒരല്പം വേദനപ്പെടുന്നുണ്ട്. സഹോദര, ഇനി ഒരു അന്ത്യചുംബനം എൻ്റെ കവിളിൽ തരാൻ നീ വന്നതാണോ? അതെ, ആ ഗുരുവിൻ്റെ കവിളിലേക്ക് ശിഷ്യൻ ഒരു ചുംബനം കൊടുക്കുമ്പോഴും ആ ഗുരുവിൻ്റെ മനസ്സ് നന്നായി പിടയുന്നുണ്ട്. അവിടെ നിന്ന് പിടിക്കപ്പെടുകയാണ്. ചില ന്യായവിധിയുടെ അങ്കണങ്ങളിലേക്ക് ആ ഗുരു നടന്നു പോകുമ്പോഴും മനസ്സിലുള്ളത് ആ ശിഷ്യനെ പറ്റിയുള്ള വേവലാതിയാണ്. ആ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. 2 കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്. ആ ഗുരുവിൻ്റെ കണ്ണടയുമ്പോഴും മനസ്സിനുള്ളിലുള്ളത് ആ മനുഷ്യനെ പറ്റിയുള്ള വേവലാതിയാണ്. അവനിപ്പോൾ എവിടെയായിരിക്കും? ആ ഗുരു അറിയുന്നുണ്ട്, ഉറപ്പായും അവനൊരു വൃക്ഷത്തെ ചുറ്റി പിടിച്ചിട്ടിരിപ്പുണ്ടാവും. ആ വൃക്ഷക്കൊമ്പിലേക്ക് കയറാനായി അവൻ ഒരുമ്പെടുന്നുണ്ടാവാം.
ഒരു മുഴം കയറിനപ്പുറത്ത് ആ ശിഷ്യൻ ചാകാനായി ഒരുങ്ങി നിൽക്കുന്ന ശിഷ്യനെ ഗുരു ആ കുരിശിൻ്റെ അഗ്രത്തിൽ കിടന്നുകൊണ്ട് കാണുന്നുണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അത് ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഒരിറ്റ് രക്തം നിലത്തേക്ക് വീഴുകയാണ്. അത് ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഒരിറ്റ് രക്തം ആ മണ്ണിലേക്ക് വീഴുകയാണ്. അപ്പോഴിതാ ഒരു പടയാളി യേശുവിൻ്റെ നെഞ്ചിലേക്ക് ഒരു കുന്തം കൊണ്ട് കുത്തിയിറങ്ങുന്നത് കാണാം. ആ നെഞ്ചിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും നിലത്തേക്ക് വീഴുന്നത് കാണുന്നു. അതെ, ആ മനുഷ്യനു വേണ്ടി, ആ തൻ്റെ അരുമ ശിഷ്യനു വേണ്ടി കരുതി വെച്ച ഒരു തുള്ളി വെള്ളമാവാം ആ നെഞ്ചിൽ നിന്ന് ഇപ്പോൾ മണ്ണിലേക്ക് വീഴുന്നത് എന്ന് തോന്നുന്നു. ആ പ്രാണനാഥൻ കണ്ണുപൂട്ടി, ആ ഗുരു എന്നേക്കുമായി കണ്ണുപൂട്ടി. ആ ശിഷ്യനും അത് ആ വൃക്ഷക്കൊമ്പിൽ കണ്ണുപൂട്ടുന്നു. ഉറ്റവനെ ഒറ്റുകൊടുക്കുന്ന കർമ്മത്തിലേക്ക് ആ ശിഷ്യൻ പോകാതിരിക്കണമെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പടകിൻ്റെ അങ്ങേ തലക്കിലിരുന്ന് ചിന്താമഗ്നനായിരുന്ന നാഥനോട് പത്രോസ് ചോദിച്ചു, നാഥ, നന്നേ അസ്വസ്ഥനാണല്ലോ. നേർത്ത പുഞ്ചിരിയാൽ തൻ്റെ ശിഷ്യനോടായി നാഥൻ തിരിച്ചു പറഞ്ഞു, മകനെ, സമയം സമാഗതമാകുന്നു. തൻ്റെ അരുമ ശിഷ്യന് ആദ്യം ആ പൊരുളറിയാൻ ആയില്ല. സമയം സമാഗതമായി, എനിക്കായി, നിങ്ങൾക്കായി. തൻ്റെ അരികിൽ നിന്ന് കരഞ്ഞവരെക്കാളും അങ്ങ് ദൂരെ മാറി കൊത്തളങ്ങളുടെ ഭിത്തിമേൽ തലയമർത്തി വെച്ച് വിങ്ങിപ്പൊട്ടിയ അനേകം മുഖങ്ങളെ നാഥൻ കണ്ടു. അതുകൊണ്ടാവാം തൻ്റെ തിരുമേനിയിൽ പ്രഹരമേറ്റിട്ടും ആഞ്ഞു കുത്തിയിട്ടും അടികൊണ്ടിട്ടും വീണുപോയില്ല. കാരണം താൻ തളർന്നുപോയാൽ വിജയമെടുക്കുന്ന സാത്താനുണ്ട്. ഇല്ല, എൻ്റെ മക്കൾക്കു വേണ്ടി ഇവിടെ ഞാൻ തിരുത്തിയെഴുതും അടിപ്പിണരുകൾ പൊട്ടിച്ചെറിഞ്ഞ വിജയത്തിൻ്റെ മാറ്റൊലി. എന്നാറെ അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യൂദ, ഞാനോ എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 27-30 തിരുവചനത്തിൽ, ഖണ്ഡം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവഗണിക്കപ്പെടുന്ന ദൈവിക മുന്നറിയിപ്പുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ദൈവത്തെക്കാൾ അധികം മറ്റുള്ളവയെ സ്നേഹിച്ച യൂദ ഇറങ്ങിപ്പോകുന്നത് ഇരുളിലേക്കാണ്. യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അരുമ ശിഷ്യനാണ് യൂദ എങ്കിലും ആ മഹത്വം യൂദ തിരിച്ചറിയുന്നില്ല. തന്നെ ഒറ്റിക്കൊടുക്കുവാൻ തക്കം പാർത്തിരുന്ന യൂദയുടെ കാലും യേശു കഴുകുന്നുണ്ട്. എന്നാൽ ആ സ്നേഹവും യൂദ തിരിച്ചറിയുന്നില്ല. അപ്പവീഞ്ഞുകൾ സ്വീകരിച്ച യൂദ ആത്മീയ സാധനകൾ കൃപയേക്കാളേറെ ശാപങ്ങളാണ് സമ്മാനിക്കുക എന്ന് തിരിച്ചറിയുന്നില്ല. മുൻവിധി എന്ന അന്ധത, യേശുവിനിൽ നിന്ന് കിട്ടാനുള്ളതിന് അപ്പുറം യേശുവിനെ വിറ്റിട്ട് എന്ത് ലഭിക്കും എന്നാണ് യൂദ ചിന്തിക്കുന്നത്. യേശുവിനെ ഒരു അമാനുഷിക രക്ഷകനായി, മിശിഹായാണ് പലപ്പോഴും യൂദ കാണുവാൻ ആഗ്രഹിച്ചതും ധരിച്ചതും. ചുംബനം കൊണ്ടാണ് യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. സ്നേഹചുംബനം ആണ് യൂദ മലിനമാക്കിയത്. സ്നേഹം വല്ലാതെ മലിനമാക്കിയ യൂദ ആ സ്നേഹം എന്ന വികാരത്തിന് കളങ്കം ചാർത്തുകയാണ് ഉണ്ടായത്. വിലയറിയാതെ പോകുന്നവരും നിലമറന്നു പോകുന്നവരും, മുറിവുകൾ സമ്മാനിക്കുന്നവരും ഏറ്റുവാങ്ങുന്നവരുമായി മാറുന്നു. നിലമറന്നാൽ വിലയറിയാതെ പോയെന്നു വരാം. ഒരു രത്നത്തിൻ്റെ വില അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു രത്ന വ്യാപാരിയോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഉദാത്ത ബന്ധങ്ങളുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടന്നവനെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങളാണ് എന്ന് യൂദ തിരിച്ചറിയുന്നില്ല. അത് മറ്റൊന്നുമല്ല, ഇരുള് തന്നെ ആണ്. സ്നേഹബന്ധത്തിൻ്റെ പാലം യൂദ വഞ്ചന കൊണ്ട് തകർക്കുകയാണ്. യൂദ വിദഗ്ധമായി
അഭിനയിക്കുന്നവനും ആയിരുന്നു. നരകം തരിശായി കിടന്നാലും ആരും അവിടെ പോകരുതെന്നാണ് നമ്മുടെ സ്നേഹതമ്പുരാൻ ആഗ്രഹിക്കുന്നത്. കുരിശാകുന്ന പാഠശാലയിൽ തിരിച്ചറിവിൻ്റെയും അനുതാപത്തിൻ്റെയും വേദി ഒരുക്കപ്പെടുന്നുണ്ട്. രൂപാന്തരത്തിന് നാം തയ്യാറാണോ? ആത്മവഞ്ചകർ ആകാതിരിക്കുക. സ്നേഹത്തിന് പ്രതിപകരം സ്നേഹവും അനുധാവനവുമാണ് എന്ന തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ. കാൽവറിയുടെ മുനമ്പിലേറ്റ തോൽവിയുടെ ഉത്തരമല്ല ഉയിർപ്പിൻ്റെ സത്യം. അന്വേഷകരിൽ നിന്നും പ്രഘോഷകരിലേക്കും കാഴ്ചക്കാരിൽ നിന്നും സാക്ഷികളിലേക്കുമുള്ള പുതിയ ചരിതമാണ് ഉയിർപ്പ്. ഇത് ദുഃഖത്തിൻ്റെ ദിനം അല്ല. ഇനിയും ഇത് ദുഃഖത്തിൻ്റെ ദിനമല്ല. പുതുജീവനായുള്ള പ്രത്യാശ നൽകുന്ന ദിനമാണിത്. ദൈവിക പദ്ധതികൾക്കും ദൈവിക ആലോചനകൾക്കും മുദ്രവയ്ക്കപ്പെട്ടതൊക്കെയും പൊട്ടിച്ചെറിയപ്പെടുവാനായി വെമ്പൽ കൊള്ളുന്ന ഉദ്ധിതയാത്രയുടെ പ്രകമ്പനത്തിൻ്റെ സുദിനം. പതിവ് തിരക്കുകളില്ലാതെ ഒരാലസ്യത്തിൽ നിന്നാണ് യെരുശലേം നഗരം ഉണരുന്നത്. കാരണം ഇന്ന് ശനിയാണ്. യഹൂദന്മാർക്ക് ശബത്ത് ദിനമാണ്. വെറുതെ ഇരിക്കാനും വെറുതെ ഇരുന്ന് ശരീരത്തിനും മനസ്സിനും നല്ല വിശ്രമം നൽകാനും ഒപ്പം ദൈവസാന്നിധ്യം തേടാനും അനുഭവിക്കുവാനുള്ള സാവകാശമാണ് ശാബത്തേകുന്നത്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ യെരുശലേം നഗരം അസ്വസ്ഥമാണ്. കാരണം കഴിഞ്ഞ ദിവസം അസാധാരണമായ ചില സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായി. ദേവാലയത്തിൻ്റെ തിരശീല അടിമുതൽ മുടി വരെ ചിന്തിപ്പോയി. അതേ സമയത്ത് തന്നെയാണ് ഒരു യുവാവ് കൊലമരത്തിൽ തൻ്റെ പ്രാണനെ വെടിയുന്നത്. ആരാണ് ആ യുവാവ്? 33 വയസ്സുകാരനായ നസറേത്തിൽ നിന്നുള്ള യേശുവിനെയാണ് മതകോടതിയും റോമൻ ഭരണകൂടവും കൈകോർത്ത് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ നാം ഇന്നൊക്കെ കേൾക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ പോലെയല്ല. പക്ഷേ യേശുവിനെ അവർ വിചാരണ ചെയ്ത് കാരണങ്ങൾ കണ്ടെത്തി വധശിക്ഷ പീലാത്തോസിൽ നിന്ന് ഉറപ്പാക്കിയെടുത്തു. അങ്ങനെ യേശു ക്രൂശിക്കപ്പെടുന്നു. യേശുവിൻ്റെ ക്രൂശീകരണം ശേഷമുള്ള ഈ ശാബത്ത് ദിനത്ത് പക്ഷേ അവർക്കാർക്കും സ്വസ്ഥതയില്ല. ഭയാശങ്കകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആരൊക്കെയാണ് അവർ? ഒന്ന്, യേശുവിനെ കൊല്ലിച്ചവർ. ജീവിച്ചിരിക്കുന്ന യേശു അപകടകാരിയാണെന്ന് കണ്ട് അവനെ കൊല്ലിച്ചവർ. പക്ഷേ അവൻ്റെ മൃതശരീരത്തോടും ഭയമാണ്. അതുകൊണ്ടാണ് യേശുവിനെ അടക്കിയ കല്ലറ അവർ സീൽ ചെയ്ത് കാവൽക്കാരെ ഏർപ്പാടാക്കി. 2, യേശുവിനോടൊപ്പം സദാ ഉണ്ടാകുമെന്ന് കരുതിയ ശിഷ്യർ ഭയന്ന് എവിടെയോ ഒളിച്ചിരിപ്പാണ്. 3, യേശുവിനെ സ്നേഹിതനായും സുഹൃത്തായും സഹോദരനായും ഗുരുവായും കണ്ട സ്ത്രീകൾ കടുത്ത വിഷാദത്തിലും വേദനയിലുമാണ്. മറ്റൊരാശങ്ക അവർക്കുള്ളത് നാളെ കല്ലറയ്ക്കൽ ചെല്ലുമ്പോൾ അവിടെ യേശുവിൻ്റെ ശരീരം കാണുമോ എന്നവർ ആശങ്കപ്പെടുന്നുണ്ട്. നടന്നതൊക്കെ കണ്ടിട്ടും തിരിച്ചറിയാതെ പോകുന്ന സാധാരണ ജനങ്ങൾ അവരും വിഷമവൃത്തത്തിലാണ്, ഭയാശങ്കയിലാണ്. നോക്കൂ, ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലും ഭയം ആകമാനം ഗ്രസിച്ചിരിക്കുകയാണ്. ഭീതി പടർന്നു പിടിക്കുന്നുണ്ട്. വിഷാദ രോഗം എല്ലാവരിലേക്കും എത്തിച്ചേരുന്നുണ്ട്. നാം എന്തു ചെയ്യും? ഭയം കുടത്തിലടച്ച കൊടുങ്കാറ്റ് പോലെയാണ്. തുറന്നു വിട്ടാൽ അത് കരുത്താർജിച്ച് നമ്മുടെ ജീവിതത്തെ ആകെ ഉലച്ചു കളയും. ഭയത്തോടൊപ്പം വിഷാദവും സംശയവും നമ്മിൽ കുടിയേറും. കണ്ടുമുട്ടുന്ന ഏതൊരാളും നമ്മെ അപായപ്പെടുത്താനോ വഞ്ചിക്കാനാണോ വരുന്നതെന്ന സംശയത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാനാവാതെ തികച്ചും അസ്ഥിരരായി പോകും. ഈ സംശയത്തിലും ഭയത്തിലും ഭീതിയിലും ജീവിക്കുന്നവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വീണുപോകുന്നു. ഭൂമിയിലെ നരക ജീവിതമാണത്. എങ്ങനെയാണ് നാം അതിനെ അതിജീവിക്കുക? നമുക്ക് അവങ്കിലേക്ക് നോക്കാം. കല്ലറകളെ ഭേദിച്ച് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നമ്മിലേക്ക് അത് പടരുക തന്നെ ചെയ്യും. നമുക്ക് അവനോടൊപ്പം ആകാം. യേശുവിൻ്റെ ജീവിതം, ദർശനം, സമീപനങ്ങൾ, നിലപാടുകൾ, ഹൃദയവിശാലത, അവൻ്റെ സൗഹൃദങ്ങളൊക്കെയും നമുക്ക് നെഞ്ചിലേറ്റാം.
നമ്മുടെ ഉള്ളാഴങ്ങളിൽ അവൻ പടരട്ടെ. ദൈവപുത്രൻ സദാ നമ്മിൽ നിറയട്ടെ. ആമേൻ. രക്ഷണ്യമായ മരണത്താൽ മരിച്ചവനെ ജീവിപ്പിച്ചവനും മരണത്തിൻ്റെ അധികാരം എടുത്തുകളഞ്ഞ് രക്ഷിക്കപ്പെട്ടവർക്ക് അതിനെ നിദ്രയാക്കി തീർത്തവനും ചൈതന്യശാലിയുമായ ഞങ്ങളുടെ കർത്താവേ, പാപത്തിൻ്റെ എല്ലാ ചലനങ്ങളും മാറ്റി നിർദോഷമായ പുണ്യചൈതന്യത്തെ ഞങ്ങളുടെ അവയവങ്ങളിൽ വ്യാപിപ്പിക്കണമേ. ആമേൻ. മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് തിരുസഭയെ വഴിതെറ്റിൽ നിന്നും രക്ഷിച്ചവനായ ദൈവപുത്ര, നിന്റെ സമാധാനം നൽകി പ്രകാശത്തിൻ്റെ സ്ലീബ കൊണ്ട് അതിൻ്റെ സന്താനങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർലോകരെയും ഭൂലോകരെയും സമാധാനപ്പെടുത്തിയ സമാധാനമായുള്ളോവേ, തിരുസഭയെ സമാധാനപ്പെടുത്തി പ്രകാശത്തിൻ്റെ സ്ലീബ കൊണ്ട് അതിൻ്റെ സന്താനങ്ങളെ കാത്തുകൊള്ളണമേ. ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് വളരെ എളുപ്പവും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് വളരെ പ്രയാസകരവുമാണ്. 1-2 മണിക്കൂറുകൾ മതി ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഓരോ ദിവസവും മരിക്കുക തന്നെ വേണം. ഇത് സാധു സുന്ദർ സിംഗിൻ്റെ വാക്കുകളാണ്. മരണ താഴ്വരയിലൂടെയും വേദനയിലൂടെയും ത്യാഗത്തിലൂടെയും നിരാശയിലൂടെയും ഒക്കെ കടന്നുപോയവർക്ക് മാത്രമേ ഉദ്ധാനത്തിൻ്റെ അനുഭവം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഉയർപ്പ് ഒരു ആഘോഷമാക്കുവാനും അങ്ങനെയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഇരുളിന് തീർച്ചയായും അതിൻ്റെതായ ഭീകരതയും അതിൻ്റെതായ വേദനയും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുൾ ഇല്ലാതെയാകും. അത് യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നു ഓരോ മനുഷ്യനും ജീവിക്കുന്നത് വെളിച്ചം എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന പ്രതീക്ഷയോടെയാണ്. ഞാൻ ഇപ്രകാരം ഒരു കഥ വായിച്ചിട്ടുണ്ട്. കരോൾ എന്ന ബാലൻ്റെ കഥ. 9-ാം വയസ്സിൽ ഈ കരോളിന് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. മാത്രമല്ല, അമ്മ നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ ഏക സഹോദരി ജനനത്തിലൂടെ മരണപ്പെട്ടു. 13-ാം വയസ്സിൽ ഈ കരോളിന് തൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ എഡ്മണ്ടിനെ നഷ്ടമായി. 20 വയസ്സായപ്പോൾ കരോളിന് തൻ്റെ പിതാവിനെയും നഷ്ടമായി. അങ്ങനെ 20-ാം വയസ്സിൽ ഒരു അനാഥനായി ഈ കരോൾ തീരുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെ നേരിട്ട സമയത്തും കരോളിനൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പഠിച്ച് ഉന്നതിയിൽ എത്തണമെന്ന്. അങ്ങനെ പോളണ്ടിലെ ഗിലോണിയൻ സർവകലാശാലയിൽ പഠിക്കുവാൻ ഈ കരോളിന് ഒരവസരം ലഭിച്ചു. പഠനമൊക്കെ തുടർന്നു. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധി വീണ്ടും കടന്നു വന്നു. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് 2-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ഈ 2-ാം ലോക മഹായുദ്ധത്തിൽ കരോൾ പഠിച്ച ഈ കോളേജ് തകർക്കപ്പെട്ടു. അന്ന് അവിടെ പഠിച്ച വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഈ നാസി പട്ടാളം പിടിച്ചുകൊണ്ട് അടിമകളാക്കി പലയിടങ്ങളിൽ ജോലിക്കായി അയച്ചു. കരോൾ എന്ന യുവാവിനെ അയച്ചത് ഒരു ചുണ്ണാമ്പ് ഖനിയിലാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സൈനികർ അവൻ്റെ ദേഹത്തൂടെ വാഹനം കയറ്റിയിറക്കി. ആശുപത്രി കിടക്കയിലും കരോളിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, തനിക്ക് പഠിച്ച് ഒരു പട്ടക്കാരനാകണമെന്ന്. കരോൾ വളരെയധികം അതിനായി ആഗ്രഹിച്ചു, അധ്വാനിച്ചു, പഠിച്ചു. കരോൾ അങ്ങനെ 1948 ഒരു പട്ടക്കാരനായി തീർന്നു. 1958 അദ്ദേഹം ഒരു ബിഷപ്പായി തീർന്നു. തൻ്റെ 47-ാം വയസ്സിൽ അദ്ദേഹം ഒരു കർദിനാളായി തീർന്നു. 25 വർഷക്കാലം മാർപ്പാപ്പയായി സേവനമനുഷ്ഠിച്ച ജോൺ പോൾ രണ്ടാമൻ്റെ കഥയാണ് ഞാനിവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ത്യാഗമേറിയ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവത്തിൽ ഉയർച്ച വന്ന ഉയർപ്പിൻ്റെ അനുഭവം ക്രിസ്തുവിലൂടെ നേടിയ കരോൾ എന്ന ബാലൻ്റെ ചരിത്രം.
യേശുക്രിസ്തു ആദ്യം ഉയർത്തെഴുന്നേറ്റപ്പോൾ പ്രത്യക്ഷനായത് തോട്ടത്തിലാണ്. അധ്വാനിക്കുന്നവരുടെ ഇടമാണ് തോട്ടം. അത് വിളവിൻ്റെ ഇടം മാത്രമല്ല, നഷ്ടങ്ങളുടെ ഇടമാണ്. രണ്ടാമത് യേശു പ്രത്യക്ഷനാവുന്നത് അടച്ചിട്ട മുറിയിലാണ്. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ അടച്ചിട്ട മുറിയിൽ. ഇന്നും സമൂഹത്തിൽ പേടിച്ച് വിറച്ച് വാതിൽ തുറക്കുവാൻ ഭയന്ന് ജീവിക്കുന്ന അനേക ആളുകളുണ്ട്. അവരുടെ ഇടയിൽ ഉയർപ്പിൻ്റെ അനുഭവം എത്തിച്ചേരണം. അവിടെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത്. മൂന്നാമത് യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നത് കടൽക്കരയിലാണ്. മീൻപിടുത്തക്കാരുടെ ഇടം, വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും ഇടം. അവിടെ അധ്വാനമുണ്ട്, അവിടെ നഷ്ടങ്ങളുണ്ട്, വേദനയുണ്ട്, മരണമുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഉയർപ്പിൻ്റെ സന്തോഷം ദേവാലയങ്ങളിൽ മാത്രം തളച്ചിടേണ്ടതല്ല. പിന്നെയോ ഇപ്രകാരമുള്ള ജനങ്ങളുടെ മധ്യയെ നാം ഇറങ്ങിച്ചെന്ന് യേശുക്രിസ്തു ഇന്നു ജീവിക്കുന്നുവെന്നും നമുക്കും ഒരു ഉയർപ്പുണ്ട് എന്നും നിത്യജീവൻ അതിലൂടെ സാധ്യമാണ് എന്നും ദൈവം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന പ്രത്യാശയുടെ വചനം നമുക്ക് ഈ ഈസ്റ്റർ നാളുകളിൽ എത്തിക്കുവാൻ സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉദ്ധാനത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്ര, ജീവിത ഉണർവിൻ്റെ പുതിയ മാനങ്ങൾ തേടിയുള്ള യാത്ര, കല്ലറയിൽ നിന്നും കാൽവറിയിലൂടെ കാതങ്ങൾ താണ്ടി ജീവിത തുറമുഖത്തേക്കുള്ള യാത്ര, ഒരു തണ്ണീരിനാലും ശമിക്കാത്ത ഉദ്ധിതൻ്റെ ഉണ്മയിലേക്കുള്ള യാത്ര. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിത നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാളിൽ ഈ അടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപ്പെടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രവദേശമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാൽ നല്ലയുറക്കമെനിക്കു നിതാ. ആകാശസ്വപ്നമശുദ്ധിയിൽ നിന്ന് എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം രാമുഴുവൻ. ആകാദിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എന്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖായേ എനിക്കു നീ തരണം കർത്താവേ. വേഷതപ്പെട്ടോരിച്ഛയിൽ നിന്നെന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ഉയിരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശ്രിതസമയം നിന്റെ രക്തം. നിൻ സൃഷ്ടിക്ക് സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. കൈലഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതാൽ എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി. എന്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ, നിന്നോടു തന്നെ യാചിപ്പൂ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി
കർത്താവേ നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീബാമരണത്താൽ എന്റെ ആയുസ്സു കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ എന്റെ നിദ്രാവേളയിലും നിന്റെ ഉപവിധി കാട്ടണമേ. നിൻ തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞു, ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്കു മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ. ഞങ്ങളിൽ രക്ഷകനാം മശിഹാ നാഥാ അടിയാർക്കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിയുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്ക് സ്തുതി, നിൻ അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിൽ മേലായിരമായി അളവു കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവരെ, യാചനകൾ നൽകുന്നവരെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ.